നമസ്കാരം പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ സംസാരിച്ച വിഷയം മക്കളിൽ ഉണ്ടാകുന്ന ലഹരി ഉപയോഗത്തെ എങ്ങനെ തിരിച്ചറിയാം എന്നതായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഡി അഡിക്ഷൻ സെന്ററിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. നമ്മുടെ സ്ഥാപനത്തിലുണ്ടായ പല അനുഭവങ്ങളും അതുപോലെ അവിടെ വരുന്ന രോഗികളുടെ അനുഭവങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സ്ഥാപനത്തിൽ അഡ്മിറ്റ് ചെയ്ത ഒരു സബ് ഇൻസ്പെക്ടറുടെ അയാളുടെ ജോലി സമയത്തുണ്ടായ ചില അനുഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ അവിടെ വരുന്ന രോഗികൾക്ക് അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുള്ള സമയം നമ്മൾ കൊടുക്കാറുണ്ട്. അങ്ങനെ പങ്കുവയ്ക്കുന്ന സമയത്ത് ഈ സബ് ഇൻസ്പെക്ടർക്ക് ഉണ്ടായ ഒരു അനുഭവമുണ്ട്. അയാൾ ജോലി ചെയ്ത സമയത്ത് ഒരു സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ആ നാട്ടിലെ വലിയൊരു പണക്കാരനുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുന്നു. അതിനെ തുടർന്ന് ഈ സബ് ഇൻസ്പെക്ടറും മറ്റ് പോലീസുകാരും ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് ഇവരുടെ റൂം ഒക്കെ പരിശോധിച്ചപ്പോ ഈ സ്ത്രീയെ പണമോ മറ്റ് സ്വർണ്ണാഭരണങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. ഇട്ട ഡ്രസ്സോടെയാണ് ഈ സ്ത്രീ പോയേക്കുന്നത്. അങ്ങനെ ഇവര് ഈ സ്ത്രീയുടെ മൊബൈൽ ലൊക്കേഷൻ ചെക്ക് ചെയ്തപ്പോൾ ഈ സ്ത്രീ ആലപ്പുഴയുണ്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ഈ സ്ത്രീയുടെ ഭർത്താവും പോലീസുകാരും ഉൾപ്പെടെ ആലപ്പുഴയിലേക്ക് തിരിച്ചു. അങ്ങനെ ആലപ്പുഴ ഈ ടവർ ലൊക്കേഷൻ കണ്ടെത്തിയ സ്ഥലത്ത് ചെന്നപ്പോ വളരെ മോശമായ ഒരു സാഹചര്യത്തിലെ ഒരു വീട്, ഓല കണ്ട് മറച്ച് കഷ്ടിച്ച് ഒന്നോ രണ്ടോ പേർക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തില് ഒരു വീട്. ആ വീട്ടില് ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയോട് ചോദിച്ചു, ഞങ്ങള് ഇന്ന സ്ഥലത്തുനിന്ന് വരുന്ന പോലീസ് ഓഫീസർമാരാണ്, ഒരു മിസ്സിംഗ് കേസ് കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് ടവർ ലൊക്കേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയെന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്ത്രീ പറഞ്ഞു, ശരിയാണ് സാറേ, ഒരു സ്ത്രീ ഇവിടെ വന്നിട്ടുണ്ട്, എൻ്റെ മകനുമായിട്ട് അവര് ലോക്യത്തിലാണ്, അങ്ങനെ ഈ സ്ത്രീ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഈ എസ് ഐ ചോദിച്ചു, അവനെവിടെ, ആ വന്ന സ്ത്രീ എവിടെ? അപ്പൊ ഈ അമ്മ പറഞ്ഞു, അവര് ഫാൻ വാങ്ങിക്കാൻ വേണ്ടി, അവർക്ക് ഇവിടെ ചൂടാണ്, സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഫാൻ വാങ്ങിക്കാൻ വേണ്ടി രണ്ടുപേരും കൂടെ ടൗണിലേക്ക് പോയതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് ടൗണിലേക്ക് ചെന്നപ്പോ വളരെ മുഷിച്ച വസ്ത്രം ധരിച്ച് ഒരു പഴയ ചെരുപ്പൊക്കെ ഇട്ട ഒരു ചെറുക്കന്റെ കൂടെ ഈ സ്ത്രീ കൈ പിടിച്ച് നടന്നു വരുന്നതായിട്ട് കണ്ടു. അങ്ങനെ ഇവര് വണ്ടി നിർത്തി, ഇവര് രണ്ടുപേരെ ജീപ്പിനുള്ളിൽ കയറ്റി. ഇവനോട് ചോദിച്ചു, നീ എവിടെ പോയതാണ് എന്നൊക്കെ ചോദിച്ചു. ഇവൻ പറഞ്ഞു, ഞാൻ ഫാൻ വാങ്ങിക്കാൻ വന്നതാണ്. അപ്പൊ ഇവന്റെ കയ്യിൽ ഫാൻ വാങ്ങിക്കാൻ പോലും ഉള്ള പൈസ ഇല്ല. ഈ സ്ത്രീയുടെ മോതിരം വിറ്റിട്ടാണ് ഇവൻ ആ ഫാൻ പോലും വാങ്ങിക്കുന്നത്. അങ്ങനെ ഇവരെ കയറ്റി ഇവന്റെ വീട്ടിൽ ചെന്നു. അപ്പൊ ഇവനോട് ചോദിച്ചു, നീ ഈ സ്ത്രീയെ ഭീഷണിപ്പെടുത്തി എന്തെങ്കിലും കൊണ്ടുവന്നാണോ? അപ്പൊ ഇവള് പറഞ്ഞു, അല്ല സാറേ, ഞാൻ എൻ്റെ പൂർണ്ണ മനസ്സോടെ ഞാൻ ഇറങ്ങിപ്പോന്നതാണെന്ന്. അങ്ങനെ ഇവന്റെ മൊബൈൽ ഫോണൊക്കെ പരിശോധിച്ചപ്പോ ഇവന്റെ മൊബൈൽ ഫോണില് ഈ സ്ത്രീയുടെ കുറച്ച് നഗ്നചിത്രങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചു. എന്തായാലും ഇവന്റെ ഫോണ് ഇവര് വാങ്ങിച്ച് കൈവച്ചു. അങ്ങനെ ഈ സ്ത്രീയുമായിട്ട് ഇവർ തിരിച്ച് നാട്ടിലേക്ക് പോരുന്ന സമയത്ത് ഈ സ്ത്രീയോട് ചോദിച്ചു, നീ എന്തിനാണ് ഇത്രയും നല്ലൊരു സാഹചര്യത്തിൽ നിന്ന് ഇത്രയും മോശപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് നീ പോകുന്നതെന്ന്. അപ്പൊ ഈ പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീ പറഞ്ഞതാണ്, സാറേ, എൻ്റെ വീട്ടില് ഒന്നിന് കുറവില്ല. പണത്തിന് പണമുണ്ട്, നല്ല ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, വാഹനമുണ്ട്, എല്ലാ സാഹചര്യവും എനിക്ക് അനുകൂലമാണ്. എങ്കിലും എനിക്ക് അവിടെ നിന്ന് കിട്ടാത്ത ഒന്ന് ഇവനിൽ നിന്ന് എനിക്ക് കിട്ടി സാറേ. എൻ്റെ ഭർത്താവ് രാവിലെ ജോലിക്ക് പോകും,
വൈകുന്നേരം വരും. ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നമോ കാര്യങ്ങളോ ഇല്ല. പക്ഷെ ഒരിക്കൽ പോലും ഇയാൾ എന്നോട് സുഖമാണോ, നീ ഭക്ഷണം കഴിച്ചോ എന്നൊരു വാക്ക് ചോദിക്കാറില്ല. പക്ഷേ വളരെ യാദൃശ്യമായി ഞാൻ ഇവരുമായിട്ട് സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ടപ്പോൾ അവൻ എന്നോട് ചോദിക്കും, നീ ഭക്ഷണം കഴിച്ചോ, നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കാറുണ്ട് സാറേ. എനിക്കത് മതി സാറേ. എനിക്ക് പണമോ ഭക്ഷണമോ വസ്ത്രങ്ങളോ വീടുകളോ അല്ല എനിക്ക് ആവശ്യം. എനിക്ക് കിട്ടേണ്ട പരിഗണന എനിക്ക് കിട്ടണം. അത് ഇദ്ദേഹത്തിന് എനിക്ക് കിട്ടിയിട്ടില്ല. ഒരിക്കൽ പോലും ഇയാൾ എന്നെ സ്നേഹത്തോടെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടില്ല സാറേ. ഇങ്ങനെ ഈ സ്ത്രീ തന്റെ അനുഭവങ്ങള് ഈ വാഹനത്തിലിരുന്ന് ഭർത്താവിന്റെ കേക്കല് ഈ പോലീസുകാരോട് പറയട്ടെ. അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത്. അപ്പൊ ഈ ഭർത്താവിനൊന്നും പറയാൻ മറുപടിയില്ല. കാരണം അപ്പോഴാണ് അയാൾ ചിന്തിക്കുന്നത്, എന്റെ ഭാര്യയ്ക്ക് ഇതൊക്കെ ആവശ്യം ഉണ്ടായിരുന്നല്ലേ. ഒരിക്കൽ പോലും എനിക്ക് അവരുടെ കാര്യത്തിൽ എനിക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചിട്ടില്ല. പലപ്പോഴും ഞാൻ എൻ്റെ ബിസിനസ്സുമായിട്ട് രാവിലെ പോകും, വൈകുന്നേരം കയറി വരും. ഒരു മനസ്സുള്ള, അല്ലെങ്കിൽ എന്നെ കാത്തിരിക്കുന്ന, എന്നെ സ്നേഹിക്കാൻ, എന്റെ സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ ഒരു ഭാര്യ ഉണ്ടെന്നുള്ള കാര്യം ദൈവം മറന്നിരുന്നു. ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ പല കുടുംബത്തിലും. പല സ്ത്രീകളും കൗൺസിലിംഗ് ആയിട്ട് വരുമ്പോൾ അവർ പറയാറുണ്ട്, എനിക്ക് എൻ്റെ ഭർത്താവിൽ നിന്ന് വേണ്ട ഒരു കെയറിങ് എനിക്ക് കിട്ടുന്നില്ല. ഈ പറഞ്ഞ പോലെ എനിക്കൊന്നും ഒരു കുറവുമില്ല. എനിക്ക് ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, എല്ലാ സൗകര്യവും എനിക്കുണ്ട്. പക്ഷെ എനിക്ക് കിട്ടേണ്ടതായിട്ടുള്ള പരിഗണന എനിക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു പെൺകുട്ടിയെ കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുവന്ന ഈ പെൺകുട്ടി ഒരു ബസ് കണ്ടക്ടറുമായിട്ട് പ്രണയത്തിലാണ്. നിലവിൽ ഭാര്യയുള്ള ഒരു ബസ് കണ്ടക്ടറുമായിട്ട് ഈ പെൺകുട്ടി പ്രണയത്തിലാണ്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, മോളെ എന്താണ് നീ ഇയാളെ പ്രേമിക്കാനുള്ള അല്ലെങ്കിൽ പ്രണയിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ ഈ പെൺകുട്ടി പറഞ്ഞൊരു കാര്യമാണ്, സാറേ ഒരിക്കൽ പോലും എൻ്റെ അപ്പൻ എന്നെ മോളെ എന്ന് വിളിച്ചിട്ടില്ല. ആ മോളെ എന്നുള്ളൊരു വിളി കേൾക്കാൻ വേണ്ടി ഞാൻ എത്ര കൊതിച്ചു സാറിന് അറിയോ. ഒരു ദിവസം ഞാൻ ബസ്സിൽ കയറിയപ്പോ ഈ കണ്ടക്ടർ എന്നോട് പറഞ്ഞു, മോളെ കുറച്ച് കയറി നിൽക്കുമോ എന്ന് ചോദിച്ചു. ആ മോളെ എന്നുള്ളൊരു വിളി സാറേ ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു. അതെനിക്ക് കിട്ടിയത് ഇയാളിൽ നിന്നാണ്. പിന്നെ ഞാൻ ഒന്നും നോക്കില്ല സാറേ, എനിക്ക് ആ മോളെ എന്നുള്ള വിളി കിട്ടിയ പരിഗണനയിലേക്ക് എൻ്റെ മനസ്സ് അറിയാതെ പോയി. ഇങ്ങനെ എത്ര കുട്ടികളുണ്ട്, എത്ര ഭാര്യമാരുണ്ട്. കല്യാണം കഴിച്ചുകൊണ്ട് മാത്രം ഒരു ദാമ്പത്തിക ജീവിതം പൂർത്തിയാവുന്ന സുഹൃത്തുക്കളെ, നമ്മുടെ ഭാര്യമാർക്ക് കൊടുക്കേണ്ട പരിഗണന അത് കൊടുക്കണം. അത് അറിഞ്ഞു തന്നെ കൊടുക്കണം. അവർക്ക് എന്താണ് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് നമ്മളത് മാറ്റിവെക്കാൻ പാടില്ല. അവർക്ക് അർഹതപ്പെട്ടത് എന്താണോ അവർക്കത് കൊടുക്കുക. അല്ലെങ്കിൽ ഇതുപോലുള്ള പല ഭവിഷ്യത്തുകളും ഭാവിയിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എല്ലാവർക്കും നല്ലൊരു കുടുംബജീവിതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.